+1 ഫിസിക്സ് ആറാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ. ഈ ചാപ്റ്ററിൽ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ മെക്കാനിക്കൽ എനർജി അത് ഏത് തരത്തിലുള്ളതാണ്? നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. h ഹൈറ്റിൽ നിന്ന് m മാസുള്ള ഒരു വസ്തു താഴേക്ക് നിർബാധം പതിക്കുന്നു. ആ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന പാതയെ ഏറ്റവും മുകളിൽ A, അത് സഞ്ചാരപാതയുടെ ഇടയ്ക്കൊരു പോയിന്റ് B, ഏറ്റവും താഴെ ഗ്രൗണ്ട് ലെവലിൽ C എന്ന് പറയുന്ന 3 പോയിന്റുകളായി നമുക്ക് രേഖപ്പെടുത്താം. മുഴുവൻ ഹൈറ്റ് h, A മുതൽ B വരെയുള്ള ഹൈറ്റ് h-h, അതുപോലെ B മുതൽ C വരെയുള്ള ഹൈറ്റ് സ്മോൾ ലെറ്റർ h. എയിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0ആണ്. B എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി VH എന്ന് രേഖപ്പെടുത്താം. C എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി V എന്ന് രേഖപ്പെടുത്താം. ഒബ്ജക്റ്റിന്റെ മാസ് m. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചിത്രത്തിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ ഓരോ പോയിന്റിലെയും മെക്കാനിക്കൽ എനർജി അഥവാ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ഇത് കണ്ടുപിടിക്കണം. ആദ്യം എ എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി അറ്റ് ദ പോയിന്റ് എ. നമുക്കറിയാം കൈനറ്റിക് എനർജി എ എന്ന് പറയുന്ന പോയിന്റിലെ കൈനറ്റിക് എനർജി 0 ആയിരിക്കും, കാരണം അവിടുത്തെ വെലോസിറ്റി 0ആണ്. കൈനറ്റിക് എനർജി അറ്റ് എ ഈസ് 0 സിൻസ് V is equal to 0. The potential energy at A is V is equal to mgh, where m is the mass, g is the acceleration due to gravity, and h is the height. This is the equation of potential energy in general form. Thus, the total energy at the point A is capital E is equal to kinetic energy plus potential energy. That is equal to 0 plus mgh equal to mgh. Okay. ഇനി നമുക്ക് B എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കാം. Total energy at the point B. The kinetic energy at the point B is K is equal to half mvh square. We have equation Vh square minus 0 square is equal to 2g into h minus h. ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്നാണ്. Therefore, Vh square is equal to 2g into h minus h. നമുക്കിത് ഹാഫ് mvh സ്ക്വയർ എന്നുള്ള ആ VHന്റെ സ്ഥാനത്ത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. K is equal to half mvh square is equal to mg into h minus h. The potential energy at B is V is equal to mgh. Thus, the total energy at B is E is equal to K plus V. That is equal to mg into h minus h plus mgh. ഈ ടേമുകൾ ക്യാൻസൽ ആയി പോകുന്നതെല്ലാം ക്യാൻസൽ ആയതിനു ശേഷം ഇക്വേഷൻ ടോട്ടൽ എനർജിയുടെ mgh എന്ന് തന്നെയായിരിക്കും.
ഓക്കെ, അടുത്തത് പോയിന്റ് സിയിലെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ദ കൈനറ്റിക് എനർജി അറ്റ് സി ഈസ് K is equal to half mv square. But we have v square minus 0 square is equal to 2gh. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് ലഭിച്ചതാണ്. v square is equal to 2gh. ഈ v സ്ക്വയറിന്റെ വാല്യൂ കൈനറ്റിക് എനർജിയിലെ v സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് ഒന്ന് കൊടുത്താലോ? Thus K is equal to half mv square is equal to mgh. The potential energy at C is V is equal to 0. പോയിന്റ് സിയിൽ കൈനറ്റിക് എനർജി ആണുള്ളത്, അവിടെ പൊട്ടൻഷ്യൽ എനർജി 0ആണ്, കാരണം വെലോസിറ്റി 0 ആയതുകൊണ്ട്. ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നോക്കാം. E is equal to K plus V, that is equal to mgh plus 0 equal to mgh. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ടോട്ടൽ എനർജിയുടെ ഫൈനൽ ഇക്വേഷൻ എ എന്ന് പറയുന്ന h ഹൈറ്റിലിരിക്കുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന സ്മോൾ h ഹൈറ്റിലിരിക്കുന്ന ആ പോയിന്റിലും ഗ്രൗണ്ട് ലെവലിലുള്ള സി എന്ന് പറയുന്ന പോയിന്റിലും എല്ലായിടത്തും mgh തന്നെ ആയിരുന്നു. Therefore, total energy at point A is equal to total energy at point B is equal to total energy at point C equal to mgh. That is, the total energy of mechanical energy in a freely falling body is a constant. This is the proof of conservation of mechanical energy in a freely falling body. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫ് ഒന്ന് വരച്ചാൽ നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് ലഭിക്കും. ഗ്രാഫ് ഓഫ് ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. നെക്സ്റ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി of a spring. The work done by an external force to compress or extend a spring is stored as the potential energy in it. ഒരു സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ ചുരുക്കാനോ നാം പ്രയോഗിക്കുന്ന ആ ബലം, അതുപയോഗിച്ച് നടക്കുന്ന വർക്ക് ഡൺ, ഇത് സ്പ്രിങ്ങിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. The potential energy of a spring. Spring force, Fs. The restoring force developed in a spring when a force is applied on it is called spring force. നാം ഒരു ബലം സ്പ്രിങ്ങിൽ പ്രയോഗിക്കുമ്പോൾ സ്പ്രിങ്ങിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് ഫോഴ്സ്. ദ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് എ വേരിയബിൾ ഫോഴ്സ് വിച്ച് ഈസ് കൺസർവേറ്റീവ്. ഈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്, അതുപോലെ തന്നെ അതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് കൂടിയാണ്. ഫോഴ്സ് ലോ ഓഫ് സ്പ്രിംഗ് ഓർ ഹൂക്സ് ലോ. In an ideal spring, the spring force is proportional to the displacement. That is, Fs is equal to minus Kx, where K is the spring constant. The unit of spring constant is Newton per meter. The negative sign shows that spring force is opposite to the displacement. Spring is stiff, K is large. If the spring is soft, K is small. Equation for the potential energy of a spring. സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ രണ്ട് മാർഗങ്ങൾ, ഇൻ്റഗ്രേഷൻ മെത്തേഡ് അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ്. ആദ്യമായി ഇൻ്റഗ്രേഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള
ഒരു ബോക്സ്, അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ ഒരു അറ്റം മറ്റേ അഗ്രം ഭിത്തിയിലേക്ക് ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. നാം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്, ഇവയെല്ലാം ചിത്രത്തിൽ ഭംഗിയായി കാണാം. The work done by the spring force for an extension of xm is, അവിടെ ആ സ്പ്രിങ്ങിന് ഒരു എക്സ്റ്റൻഷൻ, ഒരു ഇലോങ്ങേഷൻ ഉണ്ടാകുന്നു. x=0 എന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് xm എന്ന ഡിസ്റ്റൻസിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ ഒന്ന് കണ്ടുപിടിച്ചാലോ? WS ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to xm fs dx. ഇതാണ് അവിടുത്തെ വർക്കിന്റെ ഇക്വേഷൻ. 0 മുതൽ xm, ഇതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ 0 to xm kx dx, or WS is equal to minus half k xm square. ഇത് ലഭിച്ചത് മൈനസ് ഇന്റഗ്രൽ 0 to xm kx dx. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആ ഇക്വേഷൻ ഇന്റഗ്രൽ x dx എന്ന ഫോമിലേക്ക് വരുന്നു. ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. അങ്ങനെ നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ WS ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് k xm സ്ക്വയർ എന്ന് ലഭിക്കുന്നു. The work done by the applied force will be WS is equal to half k xm square. Therefore, this work done is stored as the potential energy in the spring. Therefore, we can write the equation for potential energy of a spring is V is equal to half k xm square. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, ഇതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് ഒന്ന് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഒരു സ്പ്രിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കും. സ്പ്രിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിന്റെ ഏരിയ ഒന്ന് എടുത്തു നോക്കിയാലോ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സ്പ്രിംഗ് ഫോഴ്സ്. Therefore, area is equal to minus half k xm square. ആ ഷെയ്ഡഡ് ഏരിയയുടെ ഏരിയയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. That is equal to WS. Thus, the work done by the applied force is WS is equal to half k xm square. Therefore, potential energy of the spring, we can write the equation as V is equal to half k xm square. ഈ രണ്ട് മാർഗങ്ങളിലൂടെയും നമുക്ക് സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇക്വേഷൻ ഇതാണ്, V is equal to half k xm square. Conservation of mechanical energy, the potential energy of a spring. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നാം ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നമസ്കാരം.